കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട കേസിൽ മൃദംഗവിഷൻ MD നികോഷ് കുമാർ അറസ്റ്റിൽ. നാളെ കോടതിയിൽ ഹാജരാക്കും. 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പാലാരിവട്ടം പോലീസ് നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്തൊക്കെ വകുപ്പുകളാണ് നികോഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. രുചീഷ്, അല്പസമയം മുൻപാണ് MLA ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മൃദംഗവിഷൻ ഉടമ നികോഷ് കുമാറിനെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യ സംഘാടകരും മൃദംഗവിഷം ഉടമയുമായ നികോഷ് കുമാറിനോടും സംഘാടകരിൽ ഒരാളായ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ ജിനേഷിനോടും പോലീസ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രധാനമായും ഇവർ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോടതി ഇവരോട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജിനേഷ് ഇന്ന് ഹാജരായില്ല. അഭിഭാഷകൻ മുഖാന്തരം മറ്റൊരു ദിവസം നൽകുന്നതിനായി ഇദ്ദേഹം ആരാഞ്ഞിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ നികോഷ് ഹാജരാകുകയും ഇതിനുശേഷം മണിക്കൂറുകൾക്ക് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് പാലാരിവട്ടം പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ നികോഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇയാളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാളെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷമായിരിക്കും പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. ഇതിനോടൊപ്പം തന്നെ ഇവരുടെ മൃദംഗവിഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലും പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ആദായ നികുതി വകുപ്പ് അടക്കം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നികോഷ് കുമാറിന്റെ അറസ്റ്റ് പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുക. രുചീഷ്.